ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും ക്രിസ്തുവിൽ സ്നേഹവന്ദനത്തെ ഒരിക്കൽ കൂടെ കൈമാറുന്നു. എഫേസ്യ ലേഖനം 5:19-20 വാക്യങ്ങൾ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവീൻ. ഇവിടെ ദൈവത്തെ നാം എങ്ങനെയാണ് മഹത്വപ്പെടുത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ ഈ വാക്യങ്ങളിൽ വളരെ വിവരിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അഥവാ സർവശക്തനായ ദൈവത്തിന് കൊടുക്കേണ്ടുന്നതായ മഹത്വം, സ്തുതി, ആരാധന, ഇതെല്ലാം പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തിന് നൽകുക എന്നുള്ളതാണ് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളമുള്ള അവന്റെ കടപ്പാട്. ബൈബിളിന്റെ ആകത്തുക നാം എടുത്തു നോക്കുമ്പോഴും അതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. നമ്മെ തന്നെ ഒരു പൂർണ്ണ സമർപ്പണത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ ശരീരാത്മദേഹികളെ അർപ്പിക്കുക, അല്ലെങ്കിൽ യാഗമാക്കുക ഇത്യാദി കാര്യങ്ങളാണ് ദൈവവചനാടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. 100-ാം സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പാടുമ്പോൾ അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടുകൂടെ വരുവി, അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവി. അതേപോലെ അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടെ ഒക്കെ അടുത്ത് ചെല്ലുവാനാണ് അവിടെ സങ്കീർത്തനക്കാരൻ പാടുന്നത്. അഥവാ യഹോവയ്ക്ക് അവന്റെ നാമത്തിന്റെ മഹത്വം കൊടുക്കണം എന്നുള്ളത് 29-ാം സങ്കീർത്തനത്തിൽ ആ സങ്കീർത്തനക്കാരൻ അതിന്റെ 2-ാമത്തെ വാക്യത്തിലും അത് എടുത്തു പറയുകയാണ്. യഹോവയ്ക്ക് അവന്റെ നാമത്തിന്റെ മഹത്വം കൊടുക്കണം. സ്തോത്രം. നമുക്കറിയാം, ഓരോ വ്യക്തികൾക്കും നമ്മൾ ആ വ്യക്തികളെ മനസ്സിലാക്കിയാണ് അവരെ ബഹുമാനിക്കുന്നത്, അവരെ ആദരിക്കുന്നത്. മാതാപിതാക്കളെ കുഞ്ഞുങ്ങൾ ആദരിക്കുന്നത് ആ മാതാപിതാക്കൾ എന്ന ആ ബഹുമാനത്തിലാണ് അവരെ ആദരിക്കുന്നത്. അതേപോലെ ഗുരുക്കന്മാരെ, മറ്റ് ലോകത്തിലുള്ള ഉന്നത വ്യക്തികളെ ഒക്കെ അവരേത് നാമത്തിൽ, അല്ലെങ്കിൽ അവരെ എങ്ങനെ ആയിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു രാഷ്ട്രപിതാവിനെ, ഒരു പ്രധാനമന്ത്രിയെ ഒക്കെ ഒരു സാധാരണ മനുഷ്യനെ പോലെ അല്ല മറ്റുള്ളവർ കാണാറുള്ളത്. അങ്ങനെയെങ്കിൽ ഇവിടെ പറയുന്ന യഹോവയ്ക്ക് അവന്റെ നാമത്തിന്റെ മഹത്വം കൊടുക്കണം. നമ്മുടെ സൃഷ്ടിതാവായ ദൈവം, നമ്മുടെ രക്ഷകനായ ദൈവം, നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ദൈവം, ആ ദൈവത്തെ തന്റെ നാമത്തിനനുസരിച്ച മഹത്വം കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട കാര്യമാണ്. നാം ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും ദൈവം ചെയ്യുന്ന കാര്യം, തന്റെ മഹത്വമായ പരിശുദ്ധാത്മാവ് നമ്മിൽ ഇറങ്ങുമാറാക്കുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ മറ്റു പ്രശ്നങ്ങൾക്കൊന്നും, അല്ലെങ്കിൽ നമ്മെ താഴ്ത്തിക്കളയുവാൻ, തകർത്ത് കളയുവാൻ ഒക്കെ നിൽക്കുന്ന അന്ധകാരത്തിന്റെ ശക്തികൾ, രോഗമാകട്ടെ, മറ്റ് ബന്ധനങ്ങളോ കഷ്ടങ്ങളോ നഷ്ടങ്ങളോ പ്രതികൂലങ്ങളോ എന്തുമാകട്ടെ, അങ്ങനെ ദൈവത്തിന് തക്ക മഹത്വം കൊടുക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും പരിശുദ്ധാത്മാവ് നമ്മുടെ ആ അടുക്കലേക്ക് കടന്നു വന്ന് അത് നമ്മിൽ വസിക്കുമ്പോൾ
ഈ പ്രതികൂലങ്ങളെല്ലാം തീയിൽ ഈയാമ്പാറ്റകൾ കരിഞ്ഞു വീഴുന്നത് പോലെ കരിഞ്ഞു വീഴുകയാണ് ചെയ്യുന്നത്. അതെ, അത് യഥാർത്ഥമായ ആത്മീയ ആരാധനയിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. ദൈവമക്കളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം സമർപ്പിക്കുക എന്നതിലാണ്. അഥവാ ആരാധന, സ്തുതി, സ്തോത്ര മഹത്വങ്ങളാൽ നമ്മുടെ മഹോന്നത ദൈവത്തെ ആരാധിക്കുന്നതിനെയാണ് സമർപ്പണം എന്ന് പറയുന്നത്. അങ്ങനെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്ന അനുഭവം, നമ്മുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിപ്പീൻ എന്നാണ് റോമാലേഖനം 6:13 നാം വായിക്കുന്നത്. അപ്പോൾ നമ്മെ തന്നെ പരിപൂർണമായി ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിച്ചേൽപ്പിക്കുന്ന ഒരനുഭവം. അഥവാ നമുക്കറിയാം, ഒരു വ്യക്തി വേറൊരു അല്ലെങ്കിൽ അടിമക്കച്ചവടങ്ങളും മറ്റുമൊക്കെ നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ ഒരു അടിമ യജമാനന്റെ മുമ്പിൽ അവന് പിന്നെ യാതൊരു സ്വാതന്ത്ര്യവുമില്ല. പൂർണ്ണമായി അവനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവനെ കൊന്നാൽ പോലും അവന് ഒന്നും മറുപടി പറയുവാനായിട്ട് ഇല്ല. എന്നാൽ നമ്മുടെ യജമാനനായ ദൈവം കരുണാസമ്പന്നൻ, നമുക്ക് വേണ്ടി ജീവൻ തന്ന യജമാനനാണ്. ആ ദൈവത്തിന്റെ മുൻപിൽ നമ്മുടെ അവയവങ്ങളെ തന്നെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് നാം സമർപ്പിക്കുമെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ കർത്താവ് അതേ നമ്മോട് കൂടെ ഇരുന്ന് യോത്സവമായി നമ്മെ വഴി നടത്തുവാൻ അവിടുന്ന് മതിയായ ദൈവമത്രേ. ആ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. താഴ്ചയിൽ എന്നെ ഓർത്തവനേ, വീഴ്ചയെന്നിയെ കാത്തവനേ. താഴ്ചയിൽ എന്നെ ഓർത്തവനേ, വീഴ്ചയെന്നിയെ കാത്തവനേ. കാഴ്ചയാലല്ല വിശ്വാസത്താലേ, വാഴ്ചയേകി നിത്യം ചേർത്തവനേ. കാഴ്ചയാലല്ല വിശ്വാസത്താലേ, വാഴ്ചയേകി നിത്യം ചേർത്തവനേ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. ശത്രുവിൻ തല തകർത്തവനേ, മാത്രയിൽ ജയം തന്നവനേ. ശത്രുവിൻ തല തകർത്തവനേ, മാത്രയിൽ ജയം തന്നവനേ. ശത്രു മുൻപാകെ മേശയൊരുക്കും, മിത്രനാം യേശുവേ സ്തുതി മനമേ. ശത്രു മുൻപാകെ മേശയൊരുക്കും, മിത്രനാം യേശുവേ സ്തുതി മനമേ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. കഷ്ടവും മഹാശാ